മീൻ പിടിക്കുന്നതിനിടെ ചൂണ്ടക്കൊളുത്ത് കഴുത്തിൽ തുളഞ്ഞു കയറിയ യുവാവിന് രക്ഷകരായെത്തിയത് ഫയർഫോഴ്സാണ്. എറണാകുളം പള്ളിക്കര സ്വദേശി എൽദോസിന്റെ കഴുത്തിൽ തുളഞ്ഞു കയറിയ ചൂണ്ടക്കൊളുത്താണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിവിദഗ്ധമായി മുറിച്ചു മാറ്റിയത്. സുഹൃത്ത് ചൂണ്ടയിടുന്നതിനിടയിൽ കൊളുത്ത് അബദ്ധത്തിൽ എൽദോസിന്റെ കഴുത്തിൽ തുളച്ചു കയറുകയായിരുന്നു. ഡോക്ടർമാരുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഫയർഫോഴ്സിന്റെ ഈ ഇടപെടൽ. സാധാരണ മോതിരം കുടുങ്ങിയ ആ രീതിയിലുള്ള കോളുകളാണ് നമുക്ക് വരാറുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ചൂണ്ട ഇങ്ങനെ, അതും ഒരാളുടെ കഴുത്തിൽ കുടുങ്ങിയ രീതിയിൽ വരുന്നത്. ഈ ഒരു കട്ടർ ഉപയോഗിച്ചാണ് ഞങ്ങൾ മിനിഞ്ഞാന്ന് ആ ചൂണ്ട കൊളുത്ത് നമുക്ക് എടുക്കാൻ സാധിച്ചത്. കഴുത്തിൽ ചൂണ്ടയുടെ കൊളുത്ത് തുളഞ്ഞു കയറിയ നിലയിലായിരുന്നു പള്ളിക്കര സ്വദേശിയായ എൽദോസിനെ പഴങ്ങനാടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ചൂണ്ടക്കൊളുത്ത് അതിവേഗം പുറത്തെടുക്കുകയെന്ന ദൗത്യമായിരുന്നു ഡോക്ടർമാരുടെ മുന്നിലുണ്ടായിരുന്നത്. അതിന് ആശുപത്രി അധികൃതർ പട്ടിമറ്റത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി തേടി. മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രജുമോനും വിജിത് കുമാറും സധൈര്യം ആ ദൗത്യം ഏറ്റെടുത്തു. ഇലക്ട്രിക് നാനോ കട്ടർ ഉപയോഗിച്ച അതീവ സൂക്ഷ്മതയോടെ കഴുത്തിൽ കുടുങ്ങിയ ചൂണ്ടക്കൊളുത്തിന്റെ അറ്റം മുറിച്ചു മാറ്റി. അവർ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ചൂണ്ടയുടെ കുളത്തിൻ്റെ ഈ അഗ്രഭാഗത്തായിട്ടൊരു കുനിപ്പുണ്ട്. അപ്പോൾ ആ കുനിപ്പ് ഇങ്ങനെ കവർ ചെയ്ത് പുറത്തേക്ക് വന്നേക്കായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് ഇച്ചിരി റിസ്ക്കാണ്, അല്ലെങ്കിൽ പിന്നെ മൊത്തം സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊരു ഇതുണ്ടായില്ല. എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായില്ല. ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ പുറത്തേക്ക് വന്നേക്കായിരുന്നു. തന്നെ ഇങ്ങനെ കഴുത്ത് തുളഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര നൈസ് ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ നാനോ കട്ടർ ഉപയോഗിച്ച് വിജിത് കുമാറാണ് കട്ട് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് കട്ട് ചെയ്യണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. കാരണം വെച്ചാൽ അത് ജസ്റ്റ് എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് ഉള്ളൂ. അപ്പോൾ അത്ര മൈന്യൂട്ടായിട്ട് കട്ട് ചെയ്ത് ഞങ്ങളത് കൊളുത്തെടുക്കുക ചെയ്തേ. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെയും പൂർണ്ണ സഹായം ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് യുവാവിന് സഹായമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ. ചൂണ്ടക്കൊളുത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കഴുത്തിൽ പോയത് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്താണ്. തൊണ്ടയിൽ കുടുങ്ങിയത് കേസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്താണ്. ഇതിനുമുമ്പ് ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് മോതിരം കട്ട് ചെയ്തിട്ടുണ്ട്, വള കട്ട് ചെയ്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. ഈ വർഷം തന്നെ 200ഓളം രക്ഷാപ്രവർത്തനം നമ്മൾ നടത്തി കഴിഞ്ഞു. സുഹൃത്ത് ചൂണ്ടയെറിയുന്നതിനിടയിലാണ് പിന്നിൽ നിന്ന് എൽദോസിന്റെ കഴുത്തിലേക്ക് ചൂണ്ടയുടെ കൊളുത്ത് തുളഞ്ഞു കയറിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. റിയ ബേബി ചേരുന്നുണ്ട് തത്സമയം. റിയ, ശരിക്കും കണ്ടിട്ട് തന്നെ പേടി തോന്നുന്നു. കാരണം ആ ഒരു ചൂണ്ടക്കുളത്ത് എടുക്കുന്ന സമയത്ത് അത് കുറച്ച് ശ്രമകരമായ ജോലി തന്നെയാണ്. കഴുത്തിൽ നിന്ന് മാറ്റുന്ന സമയത്ത് അത് മുറിച്ചെടുക്കുമ്പോൾ ഞരമ്പിലോ മറ്റോ കൊണ്ടാലോ ശരീരത്തിൽ തട്ടിയാലോ എന്നുള്ള പേടിയൊക്കെ ആ ഉദ്യോഗസ്ഥർക്ക് തന്നെയുണ്ട്. അവരും അത് ആ രീതിയിൽ പങ്കുവെക്കുന്നുണ്ട്. ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടാണ് എന്നും ആ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധയോടെ അത് ചെയ്ത് ആ ഒരു ചൂണ്ടക്കുളത്ത് കഴുത്തിൽ നിന്ന് മാറ്റി, മറ്റ് അപകടങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും എൽദോസിന് ഫയർഫോഴ്സ് കൊടുത്ത ഒരു പുതുജീവൻ എന്ന് തന്നെ പറയാം. ഈ ചൂണ്ടയിടുന്നതിനിടെയൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് സംബന്ധിച്ച വാർത്തകളൊക്കെ പലതവണ നമ്മൾ കേട്ടതാണ്. ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത്. പള്ളിക്കര സ്വദേശിയായ എൽദോസിനാണ് ഈ ചൂണ്ടക്കൊളുത്ത് കഴുത്തിൽ വന്ന് തുളഞ്ഞ് പുറത്തു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സുഹൃത്ത് മുമ്പിൽ നിന്ന് ചൂണ്ടയിടുകയായിരുന്നു. അതിനിടയിലാണ് ഈ ചൂണ്ടയുടെ കൊളുത്ത് വന്ന് പുറകിൽ നിന്നിരുന്ന എൽദോസിന്റെ കഴുത്തിൽ തുളഞ്ഞു കയറുന്നത്. ആളുകൾ അപ്പം തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എൽദോസിനെ എത്തിച്ചു. പക്ഷേ ഈ ഡോക്ടർമാർക്കുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം ചൂണ്ടയുടെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണല്ലോ, കൊളുത്ത് വളഞ്ഞിരിക്കുന്നുണ്ട്, അറ്റം കുറച്ച് കൂർത്ത ഭാഗമാണ്. അത് പുറത്തെടുക്കുക എന്നുള്ളത് അല്പം വെല്ലുവിളിയാണ്. കഴുത്തിൻ്റെ ഭാഗമാണ്, അതീവ ശ്രദ്ധയോടെ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ ഫയർഫോഴ്സിൻ്റെ സഹായം തേടി പട്ടിമറ്റത്തുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയാണ് വിളിച്ചത്. സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള അസൈനാറെ വിളിച്ചു. അദ്ദേഹം അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രജുമോനെയും അതോടൊപ്പം തന്നെ വിജിത്തിനെയും ആശുപത്രിയിലേക്ക് അതിവേഗം അയക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തി അപ്പോൾ തന്നെ അവർ ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന നാനോ കട്ടർ ഉപയോഗിച്ചാണ് അതീവ സൂക്ഷ്മതയോടെ അവർ ആ ജോലി പൂർത്തിയാക്കിയത്. കാരണം കഴുത്താണ്. ഡോക്ടർമാർ കൃത്യമായി പറഞ്ഞിരുന്നു, അല്പമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങിയാൽ ഈ കട്ടർ വന്ന് കഴുത്തിൽ മുറിവുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ദൗത്യമായിരുന്നു. പക്ഷെ അവരത് കൃത്യമായി തന്നെ ചെയ്തു. എൽദോസിന് കൃത്യമായി തന്നെ തുടർ ചികിത്സ ഉറപ്പാക്കാനും അതിലൂടെ കഴിഞ്ഞു. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് നാനോ കട്ടർ എപ്പോഴും തങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. കുട്ടികളുടെ കഴുത്തിൽ റിങ് ഒക്കെ കുടുങ്ങുമ്പോഴും പാത്രങ്ങൾ കുടുങ്ങുമ്പോഴും കയ്യിലെ മോതിരമൊക്കെ പുറത്തെടുക്കേണ്ട സമയത്തൊക്കെ അത്തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കഴുത്തിൽ
ചൂണ്ടക്കുളത്ത് കുടുങ്ങി അത് പുറത്തെടുക്കേണ്ടി വന്നത് അല്പം ശ്രമകരമായിരുന്നു. പക്ഷെ അത് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടിയാണ് അവർ പങ്കുവച്ചത്. നമുക്കറിയാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏത് സമയത്തും ഏത് നിമിഷവും ഒക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എപ്പോഴും രക്ഷയ്ക്കായി എത്തുന്നവരാണ്. അവരുടെ ജോലി അത് തന്നെയാണ്. പക്ഷേ ഏത് ശ്രമകരമായ ദൗത്യവും ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കുകയാണ് അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ മഴക്കാലമാണ്, നമ്മൾ കൂട്ടുകാരൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ പുഴയിലും തോട്ടിലും ഒക്കെ പോകുന്നതും ഇങ്ങനെ മീൻ പിടിക്കുന്നതും ചൂണ്ടയിടുന്നതും ഒക്കെ ഒരു സ്ഥിരം സംഭവമാണ്. പക്ഷേ ശ്രദ്ധയോടെ മാത്രം മറ്റുള്ളവരെ ജീവൻ ആപത്താകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫയർഫോഴ്സ് കൃത്യസമയത്തെത്തി എൽദോസിന് ഒരു പുതുജീവൻ നൽകിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എന്തായാലും വലിയൊരു കയ്യടി.